ആ ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുപ്പിയക്ക് 10 വാരി കൊടുക്കേണ്ടി വരും. ഈ കൊച്ചത്തേക്ക് എന്താ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നതിന്റെ തട്ടമ്പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടി കളിക്കാന്. വരട്ടെ. തത്തിക്കുട്ടികളെന്താ മുതൽ തർക്കിച്ചു നോക്കണേ? ഇത് ഞാൻ തന്നെ, പഴയ കുഞ്ഞിക്കാതർ തന്നെ. പറ, ഇത് അസലിക്കാക്കല്ലേ. വരി വരി, എല്ലാരും വരി. എളാപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി എടുത്തോളി. ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും. ഇത് ഇത്രത്തെ കായത്ത് കൊണ്ടുവന്നാ. ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് ഇതിലുണ്ട്. ആ കുട്ടികളൊക്കെ അപ്പുറം പോയി കളിക്കി, കേളാപ്പി കുറച്ച് വർത്താനം പറയട്ടെ. എത്ര തോനെ പേഴ്സ്? ഇത് കമ്പനി പ്രചാരത്തിനുള്ളതാണ്. കാക്കോനെ എടുത്തോളി. ഇതാ അവിടെ വെച്ചോളി, ലൂയക്കാർക്ക് കൊടുക്കാലോ. കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ഏറി വന്ന ഒരാഴ്ച, വലിച്ചു നീട്ടിയ 1 മാസം. ഞാൻ വേഗം പോണമെന്നുണ്ടോ? അതല്ല, ഈ വരവില് എന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങള് തീരുമാനിച്ചിരിക്കണേ. ഇന്റെ കല്യാണോ? അത് കഴിഞ്ഞൊരു കൊല്ലത്രായി. കഴിഞ്ഞു? കഴിഞ്ഞു. എന്താ അവളുടെ പേര്? നല്ല അസല് പേരാ, മൈന. മൈനയാ? അതെ. ഇതെന്താടാ മുട്ടയിടുന്ന ജാതിയാ? ഛേ അല്ല കാക്ക, വെറുതെ ജാതിയല്ല. തേങ്ങ വിറ്റ് പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി. പെട്ടെന്നൊരു പോക്കറ്റടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യമാണങ്ങനെ, അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഇതാ വേലായുധം കൂടി തന്നയച്ചതാ. ഈ പരമാനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. അതവിടെ വേലായുധം കുട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കെ. അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം എവിടെ ഇല്ല. അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട. അല്ലേ കുഞ്ഞിക്കാതരെ? പടച്ചോൻ അവന്റെ കൂടെ ഉണ്ടെന്ന്. ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും. ഈ വിവരം പടച്ചോനും അറിയാം. പിന്നെ നിങ്ങൾ എന്തിനു ബേജാറാവണേ? കുഞ്ഞിക്കാർ വന്നത് ഉപയോഗിച്ച് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരില്ലേനോ? എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക, വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കല്ലല്ലേ നിക്കണേ, ഇനി അങ്ങോട്ട് കേറാന്. അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷെ അമ്മണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി നിക്കരയ്ക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിന് എന്നാ വന്നത്. എങ്ങനെയെങ്കിലും അമ്മണിക്കുട്ടിയെ പഴനിയിലെത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട, പിരിച്ചതേ നടക്കൂ. അതിപ്പോ വിധി ഇതല്ലാന്ന് എന്താ ഒരു ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധ കുട്ടി പറഞ്ഞതല്ലേ, നീ അവളെ തട്ട്, ഞാനുണ്ട് മുമ്പില്. അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തെറ്റിദ്ധരിക്കും, താൻ പറയണ്ട. അയ്യയ്യോ, എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി എന്നെ, കിടുങ്ങിപ്പോയി. എന്താ? ഈ മന്ത്രന്മാരുടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ. ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ. അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം. ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ? എന്താ കഥ? അവിടെ ഒരു ഒഴിപ്പിക്കൽ നടക്കുകയായിരുന്നു. 1.5 കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു. ഓ, എന്തൊരു സിദ്ധി! ആരായിരുന്നു തന്ത്രി? തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ. ഇക്കണ്ട കാലം പഴനിയിലൊരു തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ. അങ്ങനെ ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ മരുന്നടിക്കാരൻ ഉപയോഗിച്ചെന്റെ അനുജൻ. പുറം നാട്ടുകാരറിഞ്ഞാ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത്. എന്തൊരു സിദ്ധി! ഞാൻ പോവാ. വാസു, അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട. അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം. അത്രയ്ക്ക് വേണോ ശങ്കരൻകുട്ടി വേന്നെ? അവര് തമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താ ഇപ്പൊ തെറ്റ്? പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല.
കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല. അമ്മിണിക്കുട്ടി കുട്ടിയേട്ടാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്. അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ, നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല. മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ്. അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആ കൊട എന്തെന്ന് നിന്റെ തലിക്കൊന്ന് കുഞ്ഞിക്കാതറെ ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ല് എത്തണം നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ? അത് മതി. ആ, നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട്. 11 കോഴി ജീവനോടെ, 10 കൊല തേങ്ങ, പിന്നെ ഒരു 501 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞ് വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാറിലെങ്ങനെ ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണയൊന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്താ? ഇല്ലങ്ങനെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നുന്നു. ഏതായാലും നാറി വരണത് വരട്ടെ. എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ മീശും ചേർത്തൊന്ന് തന്നാണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മിണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലാന്ന് അവൻ പറയുന്നത്. ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അവളെ കിട്ടുമെന്ന് പറ, ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ, യാ മത്താർ, യാ ഹൂദ്. അവിടുന്ന് എന്താണാവോ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? ഉറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. ഓ, മറക്കണേ എന്റെ ഭഗവാനെ. അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഓ ഭഗവാനെ. உன்னை பார்க்கும்போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் வர்றது. ഏത് ധർമ്മലിംഗം? உன்னை அப்பா. ഓ, ധർമ്മലിംഗം. அப்பா. ஆமா, அவரு இப்ப இருந்திருந்தா எவ்வளவு சந்தோஷப்படும் தெரியுமா? ஆமா, சிவகாமி பார்க்க எப்படி இருப்பாங்க? അമ്മ എന്റെ തനി ചായയായിരുന്നു. சிகப்பா? ആമ. பாவம். പാവം. சாப்பிடுங்க. മതി മതി മതി. അയ്യോ മതി. பரவாயில்ல பரவாயில்ல, சாப்பிடு கண்ணா. വയറ് പറഞ്ഞു. അതാ சாப்பிடு. எனக்கு தெரியும் உங்களுக்கு என்ன பிடிக்கல. അയ്യേ, അങ്ങനെ ആരാ ചൊല്ലിയത്? பின்ன நானே சாம்பார் சமைச்சேன், நானே கஷ்டப்பட்டு மாவாட்டி இட்லி செஞ்சேன், நீங்க சாப்பிடவே இல்ல. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നല്ലേ. അന കഴിക്കാൻ പറ്റണ്ടേ? ஏன் முடியல? പശിക്കല്ലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. சுகமில்லையா? என்ன ஜுரமா? வெயில்ல வாடக்கூடாதுன்னு எத்தனை தரம் சொல்லியிருப்பேன். அப்பா, இவருக்கு உடம்பு சரியில்லையா? அப்படியானா நீ இன்னைக்கு வர வேண்டாம். இங்க படுத்து ரெஸ்ட் எடு. ஆமா, நான் நல்லா பாத்துக்குவேன். ഇങ്ക പടത്തിന്റെ റെസ്റ്റ് എടുത്താൽ എന്റെ അസുഖം കൂടും. ഞാൻ കടയിലേക്ക് പറയാൻ. நான் சொல்றதை கேளு. இங்க படுத்து ரெஸ்ட் எடு. വേണ്ട, ഞാൻ കടയിലേക്ക് വരുവേൻ.
அப்படின்னா ஓகே. അനന്തോലി എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല, അസുഖം മനസ്സിനാ. എന്നാച്ചു മനസ്സുക്ക്? മനസ്സക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. தரிசனத்துக்கு 4 டூரிஸ்ட் பஸ் வந்திருக்கு. நான் போய் கொஞ்சம் பேரை கேன்வாஸ் பண்ணி வர்றேன். എത്ര പേരെ വേണേലും കൊടുന്നോ, ഞാൻ ഇരിക്കില്ലേങ്ക. நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம். എനിക്കും അങ്ങനെ തന്നെയാ. எல்லாமே என் ஆனந்தவல்லியோட அதிர்ஷ்டம். உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்கே தெரியுமா? முருகா, கந்தா, காப்பாத்துப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. வீரவேல் முருகனுக்கு அரகரோ அரகரா. சக்திவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. ஞான பண்டிதா காப்பாத்தப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. சீக்கிரமா போய் சாமி கும்பிடு, இதெல்லாம் உனக்காக தான். வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. வீரவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. എന്ത് വട്ടായി കാണിക്കുന്ന നമ്മുടെ കുട്ടി, ഇത് എത്ര നേരമായി? കുട്ടിയേട്ടന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള നേർച്ചയാ. ഇനി 21 പ്രദർശനം കൂടി ഉണ്ട്. കുട്ടിയേട്ടൻ ഒന്ന് മാറോ? இங்க வந்து படுத்துட்டு இருக்கியா? உன்னை எங்க எல்லாம் தேடுறது? வீட்டுல போய் பார்த்தேன், கோயில்ல போய் பார்த்தேன், கடையில போய் பார்த்தேன், எங்கேயுமே காணோம். ஒரு விஷயம் தெரியுமா? 101 தடவை அங்க பிரசனம் பண்ணிட்டு வந்திருக்கேன். அப்புறம் கிருத்தி அன்னைக்கு மலை ஏறேன்னு வேண்டியிருக்கேன். எதுக்கு தெரியுமா? എല്ലാം ഓ മനസ്സന്തോഷத்துக்காக தான். അനന്തോല്ലി, നീ ഇനി എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാത്. നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താണെന്നറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. എന്റെ അമ്മ പാവം, അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ? എന്നെ തെറ്റിദ്ധരിക്കരുത് ആനന്ദവല്ലി, അല്ലാതെ നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. வருத்தப்படாதீங்க. நான் அடிக்கடி சொல்லுவேனே, என் மனசுல என்ன நினைச்சாலும் நடக்கும்னு. ഒരു വിഷയം சொல்லவா? யார்கிட்ட சொல்லாதீங்க. ഞങ്ങളും മലയാളീസാ. நிஜந்தா. அப்பா ചെറിയ വയസ്സിലേ നാട് വിട്ടാச்சு. இங்க வந்து ஒரு ஆள் கூட சேர்ந்து பார்பர் பணி படிச்சாச்சு. ஆனா பார்பர்ல நாயமாரா. அம்மா ஊரு പാലക്കാട്. തമിഴ് സംസാരിച്ച് പഴക്കമായിடுச்சு. ஆனா മലയാളം പറഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചൊല്ലേ, நான் என்ன நினைச்சாலும் நடக்கும்ல? முருகா, ஆண்டவனே, வேலாயுதா. എന്തോ? நான் கடவுளைத்தான் கூப்பிட்டேன். இருந்தாலும் நீயும் இங்க வா. முருகா, இன்னைக்கு கிருத்திகை. கோயிலே தரிசனத்துக்கு நிறைய கூட்டம் வரும். ஆனா அப்பா, அவர்கிட்ட தமிழ்ல பேச வேண்டாம், மலையாளத்தில் പറഞ്ഞാ മതി. புரியலே? நான் அவர்கிட்ட எல்லாம் சொல்லிட்டேன். நீங்க பார்பர் இல்ல, நாயராണെന്നൊക്കെ. அடக்கடவுளே, இவளு சொன்னது எல்லாம் சரிதான். ஆனா இங்க வந்ததுக்கு அப்புறம் தான் ഞാനായത്. എനിക്ക് അന്നം തന്ന തൊഴിലിനെ ഞാൻ തള്ളി പറയാൻ മാട്ടേൻ. എനിക്കറിയാം. വേലായുധന് ഞങ്ങളോട് കോപം തോന്നുന്നു. എതുക്ക്? സോറി, എന്തിന്? കളവ് പറഞ്ഞതിന്. കളവ് പറഞ്ഞിട്ടില്ലല്ലോ, തമിഴ് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അഥവാ നീ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലറ ചില്ലറ കളവൊക്കെ പറയാത്ത ആരാ ഉള്ളൂന്നേ. എന്നെ ആനന്ദവല്ലി കൊടുത്തു വെച്ചതാ. ഉന്നെപ്പോലെ നല്ലൊരു പുരുഷനെ വേറെ എങ്ക കിടക്കും? അന്ത ബാഗ് അണ്ണയ്ക്ക് തരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട്. അന്നാ ബാഗ് സത്യം പറഞ്ഞ അച്ഛാ, ഞാൻ പോതും. നീ എന്നെ അച്ഛാന്ന് വിളിച്ചില്ലേ, അത് പോതും. കണ്ണ, ഒരു വാട്ടി എന്നെ അമ്മാന്ന് കൂപ്പിട്. സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട, നീ അതിലിടപെടണ്ട. ആ ബാഗ് തേടിയവൻ ആരായാലും ശരി, അവനെ പിടിക്കാൻ പോലീസ് കൊടുക്കും. എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ 5 മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു. അയാൾ അവനെ ഇടിച്ച് പപ്പടമാക്കിയോട്ടെ, ഞാനായിട്ടൊന്നും പണ വേണ്ട. അതെ. ഇങ്ങ വാ. എനിക്ക് ആകെ ഇവളെ ഉള്ളൂ. ഇവളെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കാൻ?
ஏன் கண் கலங்குறீங்க? இந்த கல்யாണം കാണാൻ ഏലായുസിന്റെ അച്ഛൻ ധർമ്മലിംഗവും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോ എന്നാ. നങ്ങേലേ, ഞാനൊരു ദുഷ്ടനല്ലേ? എന്നാരാ പറഞ്ഞേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ആരെങ്ങനെ പെരുമാറിയാലും അതിനൊക്കെ എന്തെങ്കിലും കാരണമില്ലാതിരിക്കുവോ? അത് നേരാ നീ പറഞ്ഞത്. ദൈവം തമ്പുരാന്റെ മുന്നിലായാൽ പോലും തോറ്റു കൊടുക്കാൻ ശങ്കരൻകുട്ടിമേനാവില്ല. അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം. എനിക്കത് ചെയ്തേ പറ്റൂ. അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവുക. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട. പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല. ഇതിനിടത്തട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല. ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ. കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ. ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഇല്ല. ആ, അതാ പറഞ്ഞത്. ഇത് നടക്കും. എന്നിട്ടൊരു 5 കൊല്ലം കഴിയട്ടെ. അച്ഛൻ ചെയ്തു തന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോൾ എന്നോട് നന്ദി പറയും. നീയും. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാദർ. ടിക്കറ്റ് ഇപ്പൊ ആര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി. ശരി. അല്ല, ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടി മേനോന്റെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. ആ, അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അതെ. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാദറും അമ്മണിയും പഴയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ. ഓണടിച്ച മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഓണടിച്ച് വിളിക്കാൻ. വരണുണ്ട്. കേറ്റ്. ഇങ്ങനെ എല്ലാരും കൂടെ കൂടി കയറി മീരയ്ക്ക് വരെ കുത്തിയിരുന്ന വണ്ടി ഇറങ്ങാതെ ശങ്കരോട്ട് വരണം. ശരിയാണ്. ഇറങ്ങ് വേഗം. നല്ല കാര്യത്തിലല്ലേ ഇന്ന് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീസ പൈനക്ക് വാസു. ഹരഹരോ ഹരഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ?
ഉണ്ട്. കോടതി പോയാ താൻ പറയുന്ന അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. ആ എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാ.